വെൽക്കം ബാക്ക്. പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കേസിന് പിന്നാലെ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ. കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് മന്ത്രി. കേസിലെ എഫ്ഐആർ താൻ വായിച്ചതാണ്. അതിൽ കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും മന്ത്രി ചോദിക്കുന്നു. പ്രതിഭയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തി ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലും ആ എഫ്ഐആർ ഞാൻ വായിച്ചു. പുക വലിച്ചു, ഞാനും പുക വലിക്കുന്നതാണ്, വല്ലപ്പോഴും റിസൾട്ട് പേടിയൊന്നും പറയാം. പുക വലിച്ചു എഫ്ഐആറിൽ എഴുതി, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടും. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ല അതിലേക്ക് വന്നത്. ഈ ഇരിക്കുന്നവരെ ഓരോരുത്തർ അവര് കാണിച്ച പണിയൊക്കെ കൂട്ടി വെച്ചാൽ എത്ര പുത്ത് എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു പുക വലിച്ച അതിനെന്താ. പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ന്യായീകരിക്കുന്ന ഒരു കാര്യവും താൻ പറഞ്ഞിട്ടില്ലെന്നും പ്രതിഭയെ മാധ്യമങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെന്നും സജി ചെറിയാൻ വിശദീകരിച്ചു. ന്യായീകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. ബീഡി വലിച്ചില്ല, സിഗരറ്റ് വലിച്ചില്ലെന്ന് പറയുന്നു. എന്തു ആയിക്കോട്ടെ, ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണെന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത്. കൊച്ചുകുട്ടികളായപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിളിച്ച് ഉപദേശിക്കാം. നിയമപരമായി എന്തെങ്കിലും തെറ്റ് അതിനകത്തുണ്ടെങ്കിൽ അവരുടെ പേര് കേസെടുക്കട്ടെ, അവർ ശിക്ഷിക്കട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ പ്രതിഭ എന്ത് തെറ്റിയത്? അവരെന്തിനാണ് നിങ്ങൾ വേട്ടയാടിയത്? നിങ്ങളെന്ന് പറഞ്ഞാൽ മീൻസ് ഇത് ആളൊക്കെ ആരും ഞാൻ പറയുന്നില്ല. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ വരും. എന്റെ പാർട്ടി നേതാക്കന്മാരെയും എന്റെ പാർട്ടിയുടെ MLA-മാരെയും വേട്ടയാടുമ്പോൾ കാഴ്ചക്കാരനായി മന്ത്രിയാണ് ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും എന്നെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. എന്റെ പാർട്ടിയെയും നേതാക്കന്മാരെയും എന്റെ MLA-മാരെയും എന്റെ സഖാക്കളെയും വേട്ടയാടുമ്പോൾ ഞാൻ പ്രതികരിക്കും. നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട്, ഭാവിയിൽ പ്രതികരിക്കും. അതാണ് എന്റെ നിലപാട്. മന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും KPCC സെക്രട്ടറി പരാതി നൽകി. വിവരങ്ങളുമായി ശരത് SS നമുക്കൊപ്പം. ശരത് SS, പ്രതിഭയെ വേദിയിലിരുത്തിക്കൊണ്ടുള്ള ന്യായീകരണമായിരുന്നു. പക്ഷേ പ്രതിഭയുടെ മകനെതിരെ എടുത്തിരിക്കുന്ന കേസ് എന്താണ് എന്നത് മനസ്സിലാക്കിയിട്ടും അങ്ങനെയൊന്നില്ല എന്ന് സ്ഥാപിക്കാനാണോ മന്ത്രി ശ്രമിച്ചതും പിന്നീട് വിശദീകരിച്ചതും? തീർച്ചയായും. അതായത് സാധാരണഗതിയിലൊക്കെ തന്നെ വിവാദ പ്രസംഗങ്ങൾ നിരവധി നടത്തിയ ആളാണ് മന്ത്രി സജി ചെറിയാൻ. ഇന്നലെ നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്. അതായത് പ്രതിഭയുടെ MLA-യുടെ മകനെതിരെയ കേസ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അത് മകൻ കുറ്റം ചെയ്തിട്ടില്ല, മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല എക്സൈസിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുകവലി എന്നുള്ളത് ഒരു മഹാ അപരാധമല്ല, താനും പുകവലിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ ഇത്തരത്തിൽ ഒരു ദിവസം ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണെന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ പ്രസംഗത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടായത്. പിന്നീട് ഇത് വിവാദമായതിന് പിന്നാലെ തന്നെ, അതായത് ഈ പുകവലിച്ചു എന്നതാണ് മന്ത്രി പ്രസംഗത്തിലുടനീളം പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു വെറും പുകവലിച്ച കേസല്ല, കഞ്ചാവ് കേസാണ്. മകൻ ഉൾപ്പെടെയുള്ള സംഘത്തിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ആ FIR-ൽ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. സംഭവം പിന്നീട് എന്തായാലും വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തതിന് പിന്നാലെ മന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായി. അതായത് താൻ ഇതിനെ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത്, ഈ ഒരു വിഷയത്തെ ഇങ്ങനെയായിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടത്. അതായത് ഒരു കുട്ടിയിൽ നിന്ന് കഞ്ചാവോ മറ്റോ പിടികൂടിയാൽ അത് ഈ രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. കേസെടുത്ത് എക്സൈസിന് വിമർശിക്കുകയാണ് പിന്നീട് എന്തായാലും മന്ത്രി ചെയ്തത്. അതായത് ഉപദേശിച്ച് വിടേണ്ട സമയത്ത് അതിൽ നിന്ന് കേസെടുത്ത് കുടുക്കി. എന്തുകൊണ്ടാണ് MLA-യുടെ മകനെതിരെ കേസെടുത്തത് എന്നുള്ളതാണ് മന്ത്രി ചോദിക്കുന്നത്. മകനിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയിട്ടില്ല എന്നും മന്ത്രി പറയുകയും ചെയ്യുന്നു. മാത്രമല്ല മകനെ 9ാം പ്രതി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും, അതായത് എക്സൈസിനെ തന്നെ വിമർശിച്ചു തന്നെയാണ് എന്തായാലും മന്ത്രി ഈ വിഷയത്തിൽ രംഗത്തെത്തിയത്. നിലവിൽ എന്തായാലും സംഭവം വിവാദമായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ KPCC സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി പുകവലി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപണവുമായി എത്തിയിട്ടുണ്ട്, പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെന്ന് കണ്ടറിയാം.